നമസ്കാരം. ANS അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL എക്സാമിനേഷന് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ചാനലിൽ ഓൾറെഡി അതിൻ്റെ വീഡിയോയും വേക്കൻസികളെ പറ്റിയുള്ള വിവരങ്ങളും കൃത്യമായിട്ടിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയൊരു ക്ലാസ്സാണ്. SSCയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, CGL എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട ചില ഡേറ്റുകളുണ്ട്. ആ ഡേറ്റുകൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അതിനുവേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. CGL എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റും തുടങ്ങിക്കഴിഞ്ഞു. അതായത് 24/6/2024 മുതൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇട്ട് തുടങ്ങാമായിരുന്നു. ഓൾറെഡി ആ ഡേറ്റ് കഴിഞ്ഞു. ആ ഡേറ്റ് മുതൽ എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻ ഇടാം. എന്ന് വരെ ഇടാം? അടുത്ത മാസം 24-ാം തീയതി വരെയാണ് അതിൻ്റെ ഡേറ്റ്. അപ്പം ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം, അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, നമുക്ക് പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 24/7/2024 23 മണി വരെയാണ്. അതായത് 12 മണിക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടിരിക്കണം. ഓക്കെ, ഓർത്ത് വെക്കുക. ആ ഒരു സമയം വരെ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഇടാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ലിങ്ക് അതിൽ നിന്ന് ഡിസപ്പിയർ ആയി പോകും, സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഡിസപ്പിയർ ആയി പോകുമെന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ അവസാന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കരുത്. SSC ആണ്, പലപ്പോഴും സൈറ്റ് ജാമാവും. ഇന്ത്യ മുഴുവനുള്ളൊരു സൈറ്റാണ്. ഇതിന് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിന്ന് വരും. ചിലപ്പോൾ വരുന്ന കംപ്ലൈൻറ്റുകൾ റെക്ടിഫൈ ചെയ്ത് വരുന്നത് പോലും അവസാന നിമിഷമായിരിക്കും. ചിലപ്പോൾ ഡേറ്റ് നീട്ടിത്തരും, ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഡേറ്റ് കയ്യിൽ നിന്ന് പോകും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ഡിലേ ആക്കാൻ പാടില്ല. അടുത്തത് പേയ്മെൻറ്റ്, ഫീ പേയ്മെൻറ്റ്. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ ഫീ പേയ്മെൻറ്റ്. ഇതിന് അവസാനമായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ദിവസം തന്നിരിക്കുന്നത് 25/7/2024. അതായത് പിറ്റേന്ന് കൂടി അവരുടെ ഡേറ്റ് തന്നിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 23 മണി വരെയാണ്. ആ രാത്രിക്ക് മുമ്പ് എന്ത് ചെയ്യുക? ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിന്. നമ്മളെപ്പോഴും ആപ്ലിക്കേഷൻ ഇടുമ്പോൾ തന്നെ കൂട്ടത്തിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തങ്ങ് പോയേക്കുക. വലിയ എമൗണ്ട് ഒന്നുമില്ല, 100 രൂപയേ ഉള്ളൂ. അതും ആൺകുട്ടികൾക്ക് മാത്രമാണുള്ളത്. പെൺകുട്ടികൾക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് എക്സംഷൻ ഉണ്ട്. SC/ST കമ്മ്യൂണിറ്റിക്കും എക്സംഷൻ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡെഫിനറ്റ്ലി നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ 100 രൂപയുള്ള ഫീ അത് ഏതെങ്കിലും മെത്തേഡിൽ GPay വഴിയോ മറ്റേതെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി പോകുക. മറ്റൊരു കാര്യത്തിനും ഡിലേ വരുത്താൻ നിൽക്കണ്ട. മാറ്റി വെക്കേണ്ടത് ഒന്നല്ല ഫീ പേയ്മെൻറ്റ്. ഇനി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പേയ്മെൻറ്റിൻ്റെ ഗേറ്റ് വേക്ക് എന്തെങ്കിലും തകരാറ് മൂലം ഡിലേ വന്നാൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ മറ്റൊരവസരത്തിലേക്ക് അത് മാറ്റി വെക്കുക. അല്ലാതെ ഒരു കാരണവശാലും അത് മാറ്റിവെക്കാൻ പാടില്ല. ഇനിയും കറക്ഷൻ വിൻഡോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തവണ കറക്ഷൻ വിൻഡോയിൽ പേയ്മെൻറ്റ് കൂടി അവർ അവസരം നൽകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഓർത്ത് വെക്കുക. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നമ്മൾ മനുഷ്യ സഹജമായ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ കറക്റ്റ് ചെയ്യുവാനുള്ള ഒരു ഡേറ്റ് ഉണ്ട്. അത് 10/8/2023 മുതൽ 11/8/2023 രണ്ട് ദിവസമാണ്. 10ഉം 11 ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാവുന്നത്. അതായത് 10-ാം തീയതി രാത്രി 12 മണി മുതൽ നിങ്ങൾക്ക് ഫെസിലിറ്റി ഉണ്ടാവും. 11-ാം തീയതി രാത്രി 12 മണിക്ക് മുമ്പ് ഡിസപ്പിയർ ആവുകയും ചെയ്യും. അതായത് കറക്റ്റ് പറഞ്ഞാൽ 2 ദിവസം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും ഇത് ചെയ്യുന്നതിന്. അതായത് 48 മണിക്കൂർ നിങ്ങൾക്ക് ഇത് ചെയ്യുവാനുള്ള അവസരം കിട്ടും. ഇതിനകം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കറക്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഫീ പേയ്മെൻറ്റ് കൂടി പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. നേരത്തെ ഒന്നും ഇത് കണ്ടിട്ടില്ല. ഇൻ കേസ് ഫീ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻവാലിഡ് ആകുമായിരുന്നു. ഇത് 10-ാം തീയതി 11-ാം തീയതി അർദ്ധരാത്രി വരെ നിങ്ങളുടെ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ നിലനിൽക്കുമെന്നുള്ളതൊരു പോസിറ്റീവ് കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുക. അതിനുവേണ്ടി ഒന്നും കാത്തു നിൽക്കരുത്. ഡെഫിനറ്റ്ലി 100 റുപ്പീസേ ഉള്ളൂ. അതെന്ത് ചെയ്യുക? നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഡിജിറ്റൽ പേയ്മെൻറ്റിലൂടെ ചെയ്യുക. ഇനി പരീക്ഷ ടയർ 1 ഏതാണ്ട് സെപ്റ്റംബറിൽ നടക്കുമെന്ന് കരുതുന്നു. അത് സ്വാഭാവികമായിട്ട് നടന്നു പോകേണ്ടതാണ്. പിന്നെ മനുഷ്യനാണ്, എന്തെങ്കിലും തരത്തിലുള്ള കലാമിറ്റീസ്, ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് നടക്കും? ഈ പരീക്ഷ സെപ്റ്റംബറിൽ തന്നെ നടക്കും. ടയർ 2 ഡിസംബറിലും നടക്കുമെന്നാണ് SSC അറിയിച്ചിരിക്കുന്നത്. ഈ ഡേറ്റുകൾ ഒരു കാരണവശാലും മറക്കാതിരിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് അത് പാലിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, അവസാനം അപേക്ഷ സമർപ്പിക്കേണ്ടുന്ന അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 24/7/2024 ആണ്. രാത്രി 12 മണിക്ക് മുമ്പ് ചെയ്യുക. 11 മണിയോടുകൂടി തന്നെ ഈ വിൻഡോ എന്താവും? കട്ടായി മാറുമെന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്യുമെന്നുള്ള നോർമലായിട്ടുള്ള ഫീ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് 25/7/2024 അർദ്ധരാത്രി വരെയാണ്. പിന്നീട് നമ്മുടെ വിൻഡോ, അതായത്
കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. അതായത് നമ്മുടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് 2 ദിവസം തരുന്നുണ്ട്. അത് 10-ാം തീയതിയും 11-ാം തീയതിയുമാണ്. അടുത്ത മാസം 10-ാം തീയതിയും 11-ാം തീയതിയാണ്. 10/8/2024, 11/8/2024 ഈ 2 ദിവസം എന്തുണ്ടാവും, ഇതിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാകുമെന്ന് ഓർത്തിരിക്കുക. ഇത്രയും ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് അധികം സമയമൊന്നുമില്ല. ഒക്ടോബറിലാണ്, സെപ്റ്റംബർ അവസാനവും ഒക്ടോബർ ആദ്യ മാസങ്ങളിലുമായിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനിയും ടയർ 2 എന്ന് പറയുന്നത് ഡിസംബറിലുമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരു കാരണവശാലും ഈ കാര്യങ്ങളിൽ ഉദാസീനത കാണിക്കാതിരിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഗുഡ് ബൈ.